Hi students, my name is Fida. ഞാൻ ഇന്റർവെല്ലിന്റെ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറാണ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എല്ലാ എക്സാമിനും ഒരു 6 മാർക്ക് 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. എഡിറ്ററിന് എഴുതുന്ന ലെറ്റർ ഉണ്ട്, കംപ്ലയിൻറ്റ് ലെറ്റർ ഉണ്ട്, ഓർഡർ പ്ലേസ്മെൻറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് ലെറ്റർ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് കാണാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവില്ല. 10th-ലാണെങ്കിലും 12th-ലാണെങ്കിലും ഒക്കെ തന്നെ മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതാന്നുള്ളതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ആർ യു ഗൈസ് റെഡി? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർമൽ ലെറ്റേഴ്സ് ആൻഡ് ഇൻഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്. ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്ററാണ്. അതായത് നമ്മളൊരു സ്കൂളിൽ എഴുതുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുന്ന സമയത്ത്, ഒരു ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സാണ് ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അതിൻ്റെ ടൈപ്സ്? ലെറ്റർ ടു എഡിറ്റർ ഉണ്ട്, കംപ്ലയിൻറ്റ് ലെറ്റർ ഉണ്ട്, ഓർഡർ പ്ലേസ്മെൻറ്റ് ലെറ്റർ ഉണ്ട്, ആൻഡ് ഇൻക്വയറി ലെറ്റർ ഉണ്ട്. സോ ദീസ് ഓൾ ആർ ദ ടൈപ്സ് ഓഫ് ഫോർമൽ ലെറ്റേഴ്സ്. ആൻഡ് ഇതിൻ്റെ ഒക്കെ തന്നെ ഒരു ബേസിക് ഫോമാറ്റ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് ആർ റെഡി ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് ഏതൊരു ലെറ്ററിൻ്റെയും ഫസ്റ്റ് ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് സെൻഡേഴ്സ് അഡ്രസ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ എൻ്റെ അഡ്രസ്സാണ് ഞാൻ അവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ നെയിമോ ഡീറ്റെയിൽസോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, സപ്പോസ് യു ആർ സുനിത എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു അഡ്രസ്സ് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതേ അഡ്രസ്സ് എഴുതുക. ഇല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ യു ഹാവ് ടു ജസ്റ്റ് ഒരു ഇമാജിൻ ആയിട്ടൊന്ന് കൊടുത്താൽ മതി. സോ സെൻഡേഴ്സ് അഡ്രസ്സാണ് ഫസ്റ്റ് എഴുതേണ്ടത്. നമുക്കറിയാം, ഒരു അഡ്രസ്സ് എഴുതുന്ന സമയത്ത് നെയിം, സ്ട്രീറ്റ് നമ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ആ ഒരു ഫോർമാറ്റിൽ ഇപ്പോൾ ഒരു 3 to 4 ലൈൻസ് ഒക്കെ ആയിട്ട് നമുക്കത് എഴുതാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഡേറ്റ് ആണ്. ഒരു ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് നിങ്ങൾ അടുത്ത ഡേറ്റ് എഴുതാം. ഡേറ്റ് എഴുതുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 22nd October 2025 ഇങ്ങനെ ഒരു ഫോമാറ്റാണ് എഴുതേണ്ടത്. നമ്മൾ നോർമലി ലെറ്റർ ഡേറ്റ് എഴുതുന്ന പോലെ 22nd ഇങ്ങനെ നമ്മളൊരു ബാർ ഇട്ടിട്ടൊന്നും എഴുതിക്കൂടാ. ഇതാണ് കറക്റ്റ് ഫോമാറ്റ്. ആൻഡ് ഓൾസോ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ഡേറ്റ് എന്നിട്ടിട്ട് 2 കോളൻ ഒന്നിട്ടിട്ട് അങ്ങനെ എഴുതരുത്. ബിക്കോസ് ഈ ഒരു ഫോമാറ്റ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ റിസീവേഴ്സ് അഡ്രസ്സ് ആണ്. നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് റിസീവേഴ്സ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. നമ്മളാണല്ലോ ലെറ്റർ എഴുതുന്നത്, അപ്പോൾ നമ്മളുടെ അഡ്രസ്സ് ആദ്യം. ഇനി നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് നെക്സ്റ്റ് വരേണ്ടത്. സോ റിസീവേഴ്സ് അഡ്രസ്സിലും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം എഡിറ്ററിനുള്ള ലെറ്റർ ആണെങ്കിൽ ചീഫ് എഡിറ്റർ, മുംബൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കുക. ഇനി അല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്തിട്ട് അത്തരത്തിലൊരു അതോറിറ്റീൻ്റെ ഒരു സ്ട്രക്ചർ വരുന്ന രീതിയിൽ വേണം ഈ ഒരു അഡ്രസ്സും എഴുതാനായിട്ട്. നെക്സ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നമുക്ക് എപ്പോഴും ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സബ്ജക്റ്റാണ്. അതായത് ഈ ഒരു സബ്ജക്റ്റ് കാണുമ്പോഴാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സബ്ജക്റ്റ് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ സബ്ജക്റ്റ് എപ്പോഴും എഴുതുമ്പം ക്യാച്ചി ആയിട്ട് ക്ലാരിറ്റി ഉള്ള വളരെ പ്രിസൈസ് ആയിട്ട് എപ്പോഴും എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ ചെറിയ രീതിയിൽ എഴുതിയാൽ മതി, നീട്ടി വലിച്ച് കുറേ എഴുതേണ്ട കാര്യമില്ല. അപ്പം അതാണ് സബ്ജക്റ്റിനകത്ത്. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ, നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർ ആണ് എഴുതുന്നത്. നമ്മളുടെ നാട്ടിൽ കുറേ റോഡ് ആക്സിഡൻറ്റ്സ് കൂടുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമുക്കൊരു അറ്റൻഷന് വേണ്ടിയിട്ടാണ്, അതിലൊരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിറ്ററിന് എഴുതുന്ന ഒരു ലെറ്റർ ആണെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ഇവിടെ ടു ഇൻക്രീസ് ദ അറ്റൻഷൻ towards the road accidents. We are seeking the attention of authority to increase, ലൈക്ക് അവിടുത്തെ റോഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് അതിലേക്കൊരു ശ്രദ്ധ തിരിക്കാൻ എഴുതുന്ന ഒരു ലെറ്ററാണ്. സോ ഇൻക്രീസ് ദ അറ്റൻഷൻ ടുവേർഡ്സ് റോഡ് ആക്സിഡൻറ്റ്സ്. ഇത്തരത്തിൽ വളരെ ബ്രീഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ലൈനാണ് നമുക്ക് ആവശ്യം. സോ അത് മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ റൈറ്റ് എ ലെറ്റർ ടു എഡിറ്റർ റിഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു പാർട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് പിക്ക് ചെയ്ത് എഴുതാൻ പറ്റും. അത് നിങ്ങൾ കോണ്ടെക്സ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്.
അടുത്തത് നമ്മൾ എഴുതേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സല്യൂട്ടേഷനാണ്. നമ്മളൊരു ഒഫീഷ്യലായിട്ട് ഒരു ഫോമലായിട്ട് ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോട്ടോകോൾസും കാര്യങ്ങളും ഉണ്ട്. സോ വി ഹാവ് ടു യൂസ് സർ ഓർ മാഡം. അവിടെ നമുക്ക് റെസ്പെക്റ്റഡ് എന്ന് യൂസ് ചെയ്യാം, ഡിയർ എന്നൊക്കെ യൂസ് ചെയ്യാം. ബട്ട് അതില്ലെങ്കിലും സർ ഓർ മാഡം എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് കുറച്ചൊരു ഗ്യാപ്പ്, ഇപ്പം നമ്മൾ ഇവിടെയാണ് എഴുതുന്നതെങ്കിൽ ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇവിടെ നിന്ന് നമുക്ക് സർ എന്ന് തുടങ്ങാനായിട്ട്. എന്നിട്ടൊരു കോമ ഇടുക. നെക്സ്റ്റ് ആണ് നമ്മുടെ കോണ്ടന്റ്, ബോഡി ഓഫ് ദ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് പാർട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബോഡി ഓഫ് ദ ലെറ്റർ ആണ്. നമുക്കറിയാം ഫോർമാറ്റ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർമാറ്റ് കഴിഞ്ഞിട്ട് അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട എന്താണ്? ഈ ലെറ്ററിൻ്റെ കോണ്ടന്റ് ആണ് അല്ലേ? അപ്പം ഈ കോണ്ടന്റ് എന്ന് പറയുമ്പം ഇവിടുത്തെ ബോഡി ഓഫ് ദ ലെറ്റർ ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ഇതിനെ നമുക്ക് ഒരു 3 പാരഗ്രാഫ്സ് ആയിട്ട് എഴുതണം. എപ്പോഴും കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു കോണ്ടന്റ് നമുക്ക് കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരുന്ന സമയത്ത് അതിൻ്റെ കോണ്ടന്റിനെ ഒരു 3 പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്കതിലിങ്ങനെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലൊന്നും കൊടുക്കണ്ട. യു ജസ്റ്റ് റൈറ്റ് ലൈക്ക് 3 പാരഗ്രാഫ്സ്. അതെങ്ങനെ എഴുതണം? ഫസ്റ്റ് ഒരു പാരഗ്രാഫിനകത്ത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്, ദാറ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് ദ ലെറ്റർ നോ. അപ്പം അത് ഇൻക്ലൂഡ് ചെയ്തിട്ട്, ഇപ്പം ഞാനൊരു റെസിഡൻ്റ് ആണ്, എൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു വേസ്റ്റ് ഡംപ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പം അതിലൊരു സൊല്യൂഷൻ സീക്ക് ചെയ്തുകൊണ്ട് എഴുതുന്ന ഒരു കംപ്ലയിൻറ്റ് ലെറ്ററാണ്. സോ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ ആരാണെന്നും നമ്മുടെ എഴുതുന്നതിൻ്റെ പേർപ്പസ് എന്താണെന്നും കാണിക്കുന്ന ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എപ്പോഴും ഫസ്റ്റ് പാരഗ്രാഫായിട്ട് കീപ്പ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ എലോബറേഷൻ ആണ്. നമ്മളതിനെ എലോബറേറ്റ് ചെയ്യണം, ഡീറ്റെയിൽ ചെയ്യുക. അതായത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വിശദീകരിച്ച് എഴുതാനായിട്ട് പറ്റണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു കംപ്ലയിൻറ്റ് ലെറ്ററാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെ ആക്ഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ എഫേർട്സ് എടുത്തു എന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം. അതോടൊപ്പം നമ്മളൊരു കംപ്ലയിൻറ്റ് ലെറ്റർ എഴുതുന്ന സമയത്ത് വി ആർ എക്സ്പെക്റ്റിംഗ് എ സൊല്യൂഷൻ അല്ലേ? നമ്മളൊരു സൊല്യൂഷൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കംപ്ലയിൻറ്റ് എഴുതുന്നത്. ഇപ്പം നമ്മളൊരു പോലീസ് അതോറിറ്റിക്ക് എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ സെക്രട്ടറിക്കോ പ്രസിഡൻറ്റിനോ എഴുതുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ ടു എഡിറ്ററിന് നമ്മളൊരു ജനറൽ അവെയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന ഇഷ്യൂസിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് വി ഹാവ് എ ക്ലിയർ പേർപ്പസ് ദർ, റൈറ്റ്? ആ ക്ലിയർ പേർപ്പസ് എന്താണ്? സൊല്യൂഷനാണ്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം ഈ ഒരു പാർട്ടിൽ. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് ദ കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫാണ്. ഇപ്പം ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ്, അപ്പം ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ എം എക്സ്പെക്റ്റിംഗ് സച്ച് എ റിസൾട്ട് വിത്തിൻ ദിസ് മച്ച് ഓഫ് ടൈം. ആ ഒരു കാര്യം എനിക്ക് ഈ ഒരു കൺക്ലൂഷൻ പാർട്ടിൽ ആഡ് ചെയ്യാം. അതോടൊപ്പം നമുക്കതിൽ ഇപ്പം ഞാൻ ഇന്നൊരു കംപ്ലയിൻറ്റിൻ്റെ ഒരു എവിഡൻസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഐ എം ഗിവിങ് യു സം ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദിസ് എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലെറ്ററിന് നിങ്ങൾക്ക് എത്രത്തോളം ബെറ്ററായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതെങ്ങനെയാണ്? ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എലമെൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമ്പം വി ക്യാൻ സ്കോർ ബെറ്റർ നോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇതിൻ്റെ പിക്ചേഴ്സ് നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ ടു എഡിറ്റർ ആണെങ്കിൽ ഇന്ന വീക്ക്ലിയിൽ അല്ലെങ്കിൽ ഇന്ന ഒരു പേപ്പറിൽ നിങ്ങളിത് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ലെറ്ററിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു 3 പാരഗ്രാഫ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ സ്കോർ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു ബേസ് കിടക്കുന്നത് ഇതിന് അകത്താണ്. സോ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ആൻഡ് ഇത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇനി ഓരോ കോണ്ടെക്സ്റ്റിലും ഇത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു ഓർഡർ പ്ലേസ്മെൻറ്റ് ലെറ്ററാണ് എഴുതുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ്, ലിസ്റ്റ്, ക്വാണ്ടിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ടേബിൾ വരച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളൊരു ലൈബ്രറിയനാണ്, ഒരു ഓർഡർ പ്ലേസ്മെൻറ്റ് ലെറ്റർ ആണെങ്കിൽ നിങ്ങളൊരു ലൈബ്രറിയനാണ്, ബൾക്കായിട്ട് നിങ്ങൾ കുറച്ച് ബുക്സ് എടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ സീരിയൽ നമ്പർ,
നെയിം ഓഫ് ബുക്ക്, ഓതർ, ക്വാണ്ടിറ്റി, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ടേബിൾ അതിൻ്റെ കൂടെ കൊടുക്കാം. ഇനി അതല്ല, നിങ്ങളൊരു ലെറ്റർ ഓഫ് ഇൻക്വയറി ആണ്, ഇപ്പം നിങ്ങളൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങളൊരു ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അവിടുത്തെ ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസിൻ്റെ ക്വാളിഫിക്കേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എൻക്വയറി ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് അത്തരത്തിലുള്ള സ്പെസിഫിക് ഡീറ്റെയിൽസും ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം ഓരോ ലെറ്ററിൻ്റെയും കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ആഡ് ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹോസ്റ്റലിനകത്ത് നമുക്ക് സ്ഥിരം പ്രശ്നങ്ങളായിരിക്കും അല്ലേ, വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണ്ടറീൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും, ഫുഡിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ കളക്റ്റീവായിട്ട് ഒരു സ്റ്റുഡൻസ് ഗ്രൂപ്പ് തന്നെ എന്ത് ചെയ്യാണ്, ഒരു കംപ്ലയിൻറ്റ് ലെറ്റർ കൊടുക്കുകയാണ്. അവിടുത്തെ വാർഡനോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ ചീഫ് അതോറിറ്റിക്കൊക്കെ നിങ്ങളൊരു കംപ്ലയിൻറ്റ് ലെറ്റർ കൊടുക്കുകയാണ്. സോ നിങ്ങൾ എല്ലാവരും കൂടെ കളക്റ്റീവായിട്ട് ലെറ്റർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും സോളിഡാരിറ്റി കാണിക്കുന്ന രീതിയിൽ ഒരു ഒപ്പ് ശേഖരം നമ്മൾ നടത്തുമല്ലോ, അതിൻ്റെ ഒരു കോപ്പി നമ്മൾ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമുക്കിതിൽ പറയാനായിട്ട് പറ്റും. അതെന്തിനാണ്? നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടാനാണ്. കാരണം നമ്മൾ വെറുതെ ബേസിക് ആയിട്ടുള്ള ഒരു ലെറ്റർ എഴുതുന്നതിനേക്കാളും നല്ലത് ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് എഴുതാനായിട്ട് നമുക്ക് പറ്റും. സോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു A+ ലെവൽ ഉയർത്താനായിട്ട് സാധിക്കും. സോ ഇത്രയുമാണ് ബോഡി ഓഫ് ദ ലെറ്റർ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് പാർട്ട് ഈസ് സൈനിങ് ഓഫ് എന്നുള്ള രീതിയിലുള്ള പാർട്ടാണ്. ലെറ്റ്സ് സീ ദാറ്റ്. അപ്പോൾ നമുക്കറിയാം, കണ്ടന്റ് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ്? കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും ലെറ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, സിൻസിയർലി പോലെയുള്ള വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളത് എൻഡ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫോമൽ ലെറ്ററിൻ്റെ അകത്ത് ഒരിക്കലും വിത്ത് ലവ് അല്ലെങ്കിൽ ലവിങ്ലി അങ്ങനത്തെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ട. ഫോമൽ ആയിട്ടുള്ള വേർഡ്സ് മാത്രം യൂസ് ചെയ്താൽ മതി. സിൻസിയർലി, വിത്ത് റിഗാർഡ്സ്, ഫെയ്ത്ത്ഫുള്ളി ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മളുടെ സിഗ്നേച്ചർ ആൻഡ് നെയിം ഷുഡ് ബി ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ്. നിങ്ങളുടെ പേര്, ഇപ്പം നമ്മൾ ആരാണോ സെൻഡേഴ്സ് അഡ്രസ്സിനകത്ത് നമ്മളൊരു പേര് എഴുതിയിട്ടുണ്ടാവും, ആ ഒരു പേര് നമുക്കിവിടെ ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതി കൊടുക്കണം. സോ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഷുവർ ആണ്. കാരണം നിങ്ങൾ ഇതിൻ്റെ ഫോമാറ്റ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഫോമൽ ലെറ്റേഴ്സിൽ പറഞ്ഞു, ഫോമാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ്, നമ്മൾ എഴുതുന്നത് ആരാണോ ആളുടെ അഡ്രസ്സ്. ദെൻ ഡേറ്റ് ആണ്. ഡേറ്റിൻ്റെ ഫോമാറ്റ് എപ്പോഴും ഓർത്തിരിക്കണം. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു എഴുതി തന്നെ ചെയ്യണം. ദെൻ റിസീവേഴ്സ് അഡ്രസ്സാണ്. നമ്മൾ ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ്. അടുത്തത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, ബ്രീഫായിട്ട് വേണം എഴുതാനായിട്ട്. അടുത്തത് നമ്മുടെ സല്യൂട്ടേഷനാണ്. സർ ഓർ മാഡം എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പം നമ്മളൊരു ലെറ്റർ ടു എഡിറ്ററൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും സർ ഓർ മാഡം തന്നെ കൊടുക്കാം. കാരണം നമുക്കറിയില്ലല്ലോ, അവരുടെ ജെൻഡർ അറിയില്ല. സോ അങ്ങനെ തന്നെ കൊടുക്കാം. ദെൻ ബോഡി ഓഫ് ദ ലെറ്റർ ഷുഡ് ബി ഇൻ 3 പാരഗ്രാഫ്സ്. അതിൽ ഇൻട്രൊഡക്ഷൻ വേണം, അതിൻ്റെ എലബറേഷൻ വേണം, പിന്നെ നമ്മളൊരു കൺക്ലൂഷൻ പോലെ കൊടുക്കണം. ഇങ്ങനെ 3 പാരഗ്രാഫ്സ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. അതിനുശേഷം നമ്മുടെ കോംപ്ലിമെൻ്ററി ക്ലോസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ദെൻ പേരും സൈനും കൊടുക്കാം. സൈൻ ആദ്യം വരണം, പിന്നെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ കൊടുക്കാം. ഐ ഹോപ്പ് ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഫോമൽ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാനായിട്ട് പറ്റും എന്നുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോമൽ ലെറ്റേഴ്സ് എഴുതാമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാം, ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉത്തരത്തിലേക്കുള്ള എലമെൻറ്റ്സ് കിട്ടാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഇതുപോലത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും എക്സാമിന് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് തന്നിട്ടുണ്ടാകും, യു ആർ ആരതി, എ റെസിഡൻറ്റ് ഓഫ് ഗ്രീൻ പാർക്ക് കോളനി, കൊച്ചി. Write a letter to the editor of the Hindu newspaper highlighting the problem of increasing road accidents due to reckless driving and suggesting possible solutions. അപ്പോൾ ഇത് ആർക്കുള്ള ലെറ്റർ ആണ്? ലെറ്റർ ടു ദ എഡിറ്റർ. നമുക്ക് ഇവിടെ തന്നെ കിട്ടിയില്ലേ? ലെറ്റർ ടു ദ എഡിറ്റർ ആണ് നമ്മൾ എഴുതാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ആരാണ്? നമ്മളുടെ അഡ്രസ്സ് ഇവിടെ ഉണ്ട്. യു ആർ ആരതി, എ റെസിഡൻറ്റ് ഓഫ് ഗ്രീൻ പാർക്ക് കോളനി, കൊച്ചി. അപ്പം നമുക്കിവിടെ ആരതി, റെസിഡൻറ്റ് ഓഫ് ഗ്രീൻ പാർക്ക് കോളനി, കൊച്ചി, റെസിഡൻറ്റ് അഡ്രസ്സ് അല്ലെങ്കിൽ സെൻറ്റേഴ്സ് അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഡേറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. നമ്മൾ ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? എഡിറ്റർ ഓഫ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ആണ്. സോ അതും നമുക്ക് കിട്ടി. റിസീവേഴ്സ് അഡ്രസ്സ് കിട്ടി, ചീഫ് എഡിറ്റർ ദ ഹിന്ദു, അങ്ങനെ നമുക്കതും കിട്ടി.
അതിനുശേഷം നമ്മൾ എഴുതുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്താണ്? ഹൈലൈറ്റിംഗ് ദ പ്രോബ്ലം ഓഫ് ഇൻക്രീസിംഗ് റോഡ് ആക്സിഡൻറ്റ്സ് ഡ്യൂ ടു റെക്ലെസ് ഡ്രൈവിംഗ് ആൻഡ് സജസ്റ്റിംഗ് പോസിബിൾ സൊല്യൂഷൻ. ഇതിങ്ങനെ എഴുതണമെന്നില്ല, നമുക്ക് ബ്രീഫ് ആക്കിയിട്ട് എഴുതിയാലും മതി. സോ ഇതിൽ നിന്ന് വേണം നമുക്ക്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വേണം നമുക്ക് അതിൻ്റെ സബ്ജക്റ്റിലോട്ട് എത്താനായിട്ട്. ദെൻ നമ്മൾ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെറ്ററിൻ്റെ ബോഡി എങ്ങനെ ഇരിക്കണം? 3 പാരഗ്രാഫ്സ് വേണം. നമ്മൾ ആരാണ്, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന് ഇന്ന പോസിബിൾ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് സജസ്റ്റ് ചെയ്യണം. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ട്രിക്കി ആയിട്ടുള്ള പാർട്സ് ഉണ്ടായിരിക്കും. ചില സമയത്ത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അതേ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഇൻവോൾവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതായത് വി ഹാവ് ടു പുട്ട് സം സജഷൻസ്. നമ്മൾ ലെറ്റർ ടു എഡിറ്ററിൽ നമ്മളുടേതായിട്ടുള്ള സജഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് വിൽ ബി ദ പോസിബിൾ സൊല്യൂഷൻസ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് എന്താണ്, പേർപ്പസ് എന്താണെന്ന് ലെറ്ററിൽ മെൻഷൻ ചെയ്യണം. ഇവിടെ അതെന്താണ്? വി ആർ സജസ്റ്റിംഗ് പോസിബിൾ സൊല്യൂഷൻസ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ ലെറ്റർ എഴുതി കഴിയുന്നു, കോംപ്ലിമെൻ്ററി ക്ലോസ്, സിഗ്നേച്ചർ ആൻഡ് ദ നെയിം. അപ്പം ഇത്രയായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ലെറ്റർ ചെയ്യാനായിട്ട് പറ്റും. ഒരു 6 to 5 മാർക്കൊക്കെ എഴുതാനായിട്ട് നമുക്കൊരു 1 സൈഡ് ഓഫ് പേപ്പറിൽ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. സോ ഐ തിങ്ക് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതോട് കൂട്ടിയിട്ട് നമ്മുടെ ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമൽ ലെറ്റേഴ്സിനെ കുറിച്ച്. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, ഫോമാറ്റ് ഡിസ്കസ് ചെയ്തു, ഇതിൽ എങ്ങനെയൊക്കെ എക്സാമിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ഇനി ഇത് എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് എഴുതാൻ പറ്റും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്കിനി നെക്സ്റ്റ് ഉള്ളത് എന്താണ്? ഇൻഫോർമൽ ലെറ്റേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇനി പോകാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ആണ്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ ഫോർമലിൻ്റെ അത്രത്തോളം കട്ടിയില്ല, നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഇൻഫോർമലിനകത്ത് നമ്മളുടെ ഒരു ഫ്രണ്ടിന്, നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനൊക്കെ നമ്മൾ എഴുതുന്ന, നമ്മൾ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യമൊക്കെ ഇങ്ങനെ വിഷയമൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എഴുതുന്ന ഒരു ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻഫോർമൽ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മളെപ്പോഴും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. നമ്മളുടെ ഫോർമൽ ലെറ്ററിനെ പോലെ ഒരു സ്ട്രിക്റ്റ് ഒരു ഫോർമാറ്റ് നമുക്ക് ഈ ഒരു ഇൻഫോർമൽ ലെറ്ററിന് നമുക്ക് കാണില്ല. പക്ഷെ എന്നാലും ഒരു ബ്രീഫ് ആയിട്ടുള്ളൊരു ഫോർമാറ്റ് നമുക്കുണ്ട്. നോക്കാം. ഫസ്റ്റ് നമ്മൾ യോസ് അഡ്രസ്സ് ആണ്. യോസ് അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് അതിനകത്ത് നമുക്കുള്ളത്. ഇപ്പം ഞാനാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ എൻ്റെ അഡ്രസ്സാണ് ഇവിടെ വരിക. നെക്സ്റ്റ് നമ്മൾ ഡേറ്റ് ആണ്. ഡേറ്റ് നമ്മൾ പറഞ്ഞ അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഫോർമൽ ലെറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ, അതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ഡേറ്റ് കൊടുക്കാം. ദെൻ ഗ്രീറ്റിംഗ്സ് ആണ്, അതായത് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഗ്രീറ്റിംഗ്സിൽ നമുക്ക് ഹായ് സാറ, അല്ലെങ്കിൽ ഹേയ് അനു, ഹലോ മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഡിയർ കേത്തി, നമുക്ക് ആരുടെ പേരാണോ അത് നമുക്ക് ഡിയർന്നോ മൈ ഡിയർന്നോ ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ ഫ്രണ്ട്സിന് അങ്ങനെ ഭയങ്കര ഫോർമലായിട്ടൊന്നും അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സ് ആണ് ഇവിടെ വേണ്ടത്. അതിനുശേഷം നമ്മളൊരു കോമ ഇട്ടിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ കോണ്ടന്റിലോട്ട് കടക്കാം. ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്റർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളെങ്ങനെ ഒരു ലെറ്റർ എഴുതുന്നത്? എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? സോ സെയിം തന്നെയാണ് ഇവിടെയും. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, ഐ എം ഓൾ റൈറ്റ് ഹിയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഇൻഫോർമൽ ലെറ്ററിൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഐ ഹോപ്പ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ ഡിസ്ചാർജ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സുഖാന്വേഷണമൊക്കെ നടത്താം. അതിനുശേഷം നമ്മൾ എന്താണോ പറയാനുള്ള കണ്ടന്റ് അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമിൽ, ഇപ്പോൾ നമ്മൾ എക്സാമിനൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാമെന്ന് പറയുമ്പം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ 10th സ്റ്റാൻഡേർഡിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ, പെലായോ തൻ്റെ സുഹൃത്തിന് നമ്മളുടെ വീട്ടിൽ വന്നിട്ടുള്ള ഓൾഡ് മാനെ കുറിച്ചിട്ട് ഒരു കത്തെഴുതാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന സംഭവങ്ങൾ വീട്ടിൽ നടന്നു, ഇങ്ങനെ ഒരാൾ വന്നു, നെയ്ബർ സെഡ് ദാറ്റ് ഹി വാസ് എൻ ഏഞ്ചൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് എഴുതാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്തും ആ ഒരു കണ്ടന്റിനെ മാക്സിമം എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം. കാരണം ഇതിൻ്റെ ഫോർമാറ്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഇതിൻ്റെ കോണ്ടന്റിലാണ്, നമ്മൾ എഴുതുന്ന സ്പെസിഫിക് ആയിട്ട് നമ്മൾ എഴുതുന്ന പോയിന്റ്സിലാണ്. സോ അതെപ്പോഴും ശ്രദ്ധിക്കുക.
ബോഡി ഓഫ് ദ ലെറ്റർ ഷുഡ് ബി വെരി ഗുഡ് ദർ. അതുകൊണ്ട് തന്നെ നമ്മളത് വളരെ കൃത്യമായിട്ട് അതിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക. കുറച്ചും കൂടെ കാഷ്വലായിട്ട് നമ്മൾ ഫോർമൽ വേർഡ്സോ അല്ലെങ്കിൽ ഒഫീഷ്യൽ വേർഡ്സോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാഷ്വലായിട്ട് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ നമുക്ക് ഇൻഫോർമൽ ലെറ്ററിനകത്ത് ബോഡി എഴുതാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മുടെ ക്ലോസിംഗ് ആണ്. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, യുവേഴ്സ് ലവ് അല്ലെങ്കിൽ ലവിങ്ലി, വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്ലോസിംഗ് കൊടുക്കാം. അതായത് നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ടിനാണ് എഴുതുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിനാണ് എഴുതുന്നത്, അപ്പം അങ്ങനെയാണെങ്കിൽ യുവേഴ്സ് ലവ് അല്ലെങ്കിൽ വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എൻഡിൽ ക്ലോസിംഗ് കൊടുക്കാം. അപ്പം ഇതിൽ നമ്മൾ ബോഡി ഓഫ് ദ ലെറ്ററിൽ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കൺക്ലൂഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം, സിഗ്നേച്ചർ കൊടുക്കാം, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രയും കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഇൻഫോർമൽ ലെറ്റർ എഴുതേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലാകും. ഞാൻ ഒന്നും കൂടെ പറയാം, ഒന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമ്മളുടെ അഡ്രസ്സ് കൊടുക്കുന്നു. കാരണം നമ്മളൊരു ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ആർക്കാണ് എഴുതുന്നത് എന്നൊന്നും അവിടെ എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ ഫോർമൽ തിങ്. അതിനുശേഷം നമ്മൾ ഡേറ്റ് എഴുതുന്നു. പിന്നെ വളരെ കാഷ്വൽ ആയിട്ടുള്ള, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബോഡി ഓഫ് ദ ലെറ്ററിൽ എപ്പോഴും കാഷ്വലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സുഖാണോ, ഇവിടെ സുഖാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾക്കത് എഴുതാം. ഒരിക്കലും നിങ്ങൾക്ക് ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിനകത്ത് നമ്മൾ എഴുതുന്ന കണ്ടന്റ് ഒരിക്കലും ഒരു എന്താ പറയുക പ്രിസൈസ് ആയിട്ട് നിങ്ങൾ എഴുതരുത്. നിങ്ങൾ കുറച്ചും കൂടി എലബറേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ എഴുതേണ്ടതുണ്ട്. പിന്നെ നമ്മളെപ്പോഴും കാഷ്വലായിട്ട് നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിൽ നമ്മുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടന്റിനകത്ത് എഴുതാം. അത് ക്വസ്റ്റ്യന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ടിരിക്കും അതിലെന്താണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ വിത്ത് ലവ്ന്നോ ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോംപ്ലിമെൻ്ററി ക്ലോസും ദെൻ നമ്മുടെ പേരും സിഗ്നേച്ചറും കൊടുത്തിട്ട് ഇൻഫോർമൽ ലെറ്ററും നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. And that's all about informal letter writing. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മൾ ലെറ്റർ റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടിപ്സും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ നമ്മൾ പഠിച്ചു, ഇൻഫോർമൽ ലെറ്റർ നമ്മൾ പഠിച്ചു. ഫോർമൽ ലെറ്ററിൽ എന്തൊക്കെയാണുള്ളത്? ലെറ്റർ ടു എഡിറ്റർ ഉണ്ട്, കംപ്ലയിൻറ്റ് ലെറ്റർ ഉണ്ട്, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഇൻക്വയറി ലെറ്റർ. ഇങ്ങനെ ഓരോ ലെറ്ററിനും അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോണ്ടെക്സ്റ്റ് ഡിഫറൻസസ് ഉണ്ട്. എങ്കിലും ഇതിൻ്റെയൊക്കെ ഫോമാറ്റ് ഓൾമോസ്റ്റ് സെയിം ആണ്. അത് തന്നെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. അതോടൊപ്പം നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ലെറ്റർ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൽ ഷുവർ ആണ്. സോ എസ്പെഷ്യലി ഫോർമൽ ലെറ്റർ നിങ്ങൾ അത്രയും തറവായിട്ട് പഠിച്ചിരിക്കണം. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കാഷ്വലായിട്ട് എഴുതുന്ന ലെറ്ററാണ്. ഫോർമൽ എന്ന് പറയുന്നത് നമ്മൾ ഒഫീഷ്യൽ പർപ്പസിന് എഴുതുന്നതാണ്. സോ അത്തരത്തിൽ നിങ്ങളത് പഠിച്ചു പോവുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക, നന്നായിട്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്തിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാം നിങ്ങൾ എഴുതി പോവുക. അതോടൊപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവോച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് റൂം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. എല്ലാവരും എക്സാമൊക്കെ ഉഷാറായിട്ട് എഴുതാം, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.